ഹലോ ഫ്രണ്ട്സ്, ഇവർ വിവാഹിതരായാൽ എന്ന സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഭൂമിജയും അച്ഛനും കൂടെ രാവിലെ തന്നെ ഓട്ടോ ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വരാണ് കേട്ടോ. ജോഗിങ് ഒക്കെ കഴിഞ്ഞിട്ട് വരുന്ന വഴിക്ക് പതുപോലെ തന്നെ വണ്ടി നമ്മുടെ CCTV വഴിയിലായിട്ടുണ്ട്. അപ്പോൾ അച്ഛനാണെങ്കിൽ പറയുക, എടി മോളെ, ഇനിയിപ്പോൾ ഇതിൻ്റെ കാലാവധി കഴിഞ്ഞു എന്നാണ് തോന്നുന്നത്. അപ്പോൾ ആയുസ് തീർന്നു തോന്നണു. അയ്യോ അച്ഛാ, അങ്ങനെയൊന്നും പറയല്ലേ, ഒരിക്കലും ഞാനിത് വിട്ട് കൊടുക്കില്ല. അപ്പോൾ ഭൂമിജയ്ക്ക് അത് വല്ലാത്തൊരു സങ്കടമാവണം കേട്ടോ. ആയുസ് തീർന്നു പറയുമ്പം അച്ഛൻ്റെ ജീവനാണത്. അതിനൊരു അവസാനം വന്നാൽ അച്ഛനും എന്തെങ്കിലും ആപത്ത് സംഭവിക്കും തന്നെയാണ് ഭൂമിജ വിചാരിക്കുകയാണ്. അപ്പം എന്നിട്ട് ഉടനെ തന്നെ നമ്മുടെ അവിടെ നിന്നും കൊണ്ട് നമ്മുടെ അച്ചു തന്നെ പെട്ടെന്ന് ചുമയും ശ്വാസം മുട്ടലും ഒക്കെ വരുവാണ് കേട്ടോ. നിൽക്കാനേ പറ്റുന്നില്ല, തളർന്നു പോവാണ്. ഭൂമിജ ശരിക്കും പേടിച്ച് പോകണം കേട്ടോ. അപ്പോൾ ഭൂമിജ പറയുന്നുണ്ട്, അച്ഛാ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം, അതിന് ഈ വണ്ടി അനങ്ങില്ലല്ലോ മോളെ, ഒരു കാര്യം ചെയ്യാം, അതവിടെ കിടക്കട്ടെ, ഒരു ടാക്സി വിളിക്കാമെന്നും പറഞ്ഞ് ഭൂമിജ ഒരു ടാക്സി വിളിച്ച് അച്ഛനെ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുവാണ്. പുറത്തിരുത്തി ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അച്ഛനൊരു സംശയം വരുവാ കേട്ടോ. എന്തിനാ മോളെ വരുമ്പോൾ ഇവരിങ്ങനെ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യുന്നത്, എന്താ അച്ഛൻ അസുഖം? അതങ്ങനെയൊന്നും ഇല്ലെന്ന്, അൾസറിൻ്റെയോ അനീമിക്കിൻ്റെയോ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പരിശോധിക്കുന്നതാണ്. അച്ഛൻ അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കണ്ട. കുറച്ച് കഴിയുമ്പോൾ ഭൂമിജ അച്ഛനോടൊരു കാര്യം ചോദിക്കണം കേട്ടോ. കാരണം ജോഗിങ് കഴിഞ്ഞ് വണ്ടി വഴിയിലായ സമയത്ത് ഭൂമിജ പറയുന്നുണ്ട്, അച്ഛാ ഈ വണ്ടിയും ഞാനും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്ന് അച്ഛൻ എപ്പോഴും പറയാറില്ലേ, ആ കഥ എന്നോട് പറയുമോ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്താണ് പെട്ടെന്ന് അച്ഛൻ തന്നെ ശ്വാസം മുട്ടലൊക്കെ വരുന്നതും ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നതും. ഭൂമിജ റിസൾട്ട് വന്നു കഴിയുമ്പോൾ അകത്തേക്ക് വിളിക്കുന്നുണ്ട് കേട്ടോ. ഡോക്ടർ പറയുകയാണ്, ഭൂമിജ അച്ഛന് തീരെ കോംപ്ലിക്കേറ്റഡ് ആണ്, ഞാൻ അന്നേ പറഞ്ഞില്ലേ എത്രയും വേഗം സർജറി നടത്തണം. അല്ല, പൈസയുടെ അത്യാവശ്യം എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഡോക്ടറെ, ഞാൻ ഒരുപാട് അന്വേഷിക്കുന്നുണ്ട്, എനിക്ക് കിട്ടുന്നില്ല കാശ്. ഇത്രയും വലിയൊരു തുക ഞാൻ എവിടെ നിന്ന് ഒപ്പിക്കാനാ? എനിക്ക് മനസ്സിലാവും, ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഏതെങ്കിലും ട്രസ്റ്റുകളിലോ ഒക്കെ അന്വേഷിച്ചില്ലേ, പലയിടത്തും കയറി ഇറങ്ങി, പാർട്ടി ഓഫീസിലും എല്ലായിടത്തും. അവരുടെയൊക്കെ വിചാരം എന്ന് വെച്ചാൽ കോഫി ഹൗസ് നടത്തുന്നതുകൊണ്ട് എൻ്റെ കയ്യിൽ ഒത്തിരി കാശുണ്ടെന്നാണ്. പലരും അങ്ങനെയൊക്കെ ചിന്തിക്കും. ഒരാവശ്യം വരുമ്പോഴല്ലേ നമുക്കതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അറിയുള്ളൂ എന്ന് ഡോക്ടർ ഭൂമിജയ്ക്ക് ഉപദേശം കൊടുക്കുകയാണ്. എന്നിട്ട് ഭൂമിജയുടെ ഒരു നിസ്സഹായ അവസ്ഥയും സങ്കടവും കണ്ടിട്ട് ഡോക്ടർ പറയുകയാണ്, ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞാനൊരു ട്രസ്റ്റിൻ്റെ പേര് പറഞ്ഞുതരാം, ഒരു ലെറ്ററും തരാം, അവിടെ കൊണ്ടൊന്ന് കൊടുത്തു നോക്ക്, മിക്കവാറും അവിടെ നിന്ന് എന്തെങ്കിലും സഹായം കിട്ടും. അങ്ങനെ ഒരു പ്രതീക്ഷയായിട്ട് ഭൂമിജ ഇരിക്കുമ്പോൾ പുറത്ത് അച്യുതൻ ഇരുന്ന് ആലോചിക്കുക കേട്ടോ. വീണ്ടും പുറത്തേക്ക് വരികയാണ് നമ്മുടെ ഭൂമിജ. അപ്പോൾ അച്ഛനോട് സംസാരിക്കാൻ കേട്ടോ. അപ്പോൾ അച്ഛനോട് വീണ്ടും ചോദിക്കുന്നുണ്ട്, അച്ഛൻ പറഞ്ഞില്ലേ ഞാനും അച്ഛൻ്റെ ഈ CCTVയും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്ന്, അതെന്താ അച്ഛാ, അതെന്നോട് പറ, എത്ര തവണ ഞാൻ ചോദിക്കുന്നു. അത് മോളെ എന്ന് പറയുന്നത് വീണ്ടും അകത്തേക്ക് ഭൂമിജയെ വിളിക്കാൻ കേട്ടോ. ഇതിനിടയ്ക്ക് നമ്മുടെ കമൽ അവിടെ എത്തിയിട്ടുണ്ട്. കാരണം ഭവാനിയുടെ ആ ഗുണ്ട അയാൾ ഇങ്ങനെ വാച്ച് ചെയ്യുകയാണല്ലോ, അച്യുതൻ ആരാ, എന്താ, അച്യുതൻ്റെ മകളുണ്ടോ, സ്വന്തം മകളാണോ എന്നൊക്കെ അന്വേഷിക്കാനായിട്ട്. അപ്പോൾ ഇയാളുടെ പുറകെ തന്നെ അയാളുണ്ട്. അച്യുതനും ആശുപത്രിയിലുണ്ട് കേട്ടോ. ഇയാളെ എങ്ങനെയെങ്കിലും കുത്തിക്കൊല്ലണം, പരിക്കേൽപ്പിക്കണം എന്നുള്ള ചിന്തയിലാണ് അയാൾ കത്തിയുമായിട്ട് വരുന്നത്. അവിടെ ഇരുന്നു കൊണ്ട് അച്യുതൻ ആലോചിക്കുകയാണ് കേട്ടോ, CCTVയും എൻ്റെ മകളും തമ്മിലുള്ള ബന്ധം എന്താണെന്ന്. പണ്ട് ഭവാനി നമ്മുടെ അഭിരാമിയെ അച്യുതൻ്റെ കയ്യിലേക്ക് കൊല്ലാനായിട്ട് കൈമാറുന്ന സമയത്ത് ഇയാൾ നേരെ വീട്ടിലേക്ക് തന്നെയാണ് വളർത്താൻ കൊണ്ടുവരുന്നത്, കൊല്ലുന്നില്ല. അപ്പോൾ അയാളുടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അവർ ചെറിയ ചെറിയ ഷോർട്ട് ഫിലിമും കാര്യങ്ങളൊക്കെ എടുക്കുന്നവരാണ്. അവരെ പോയി കണ്ട് പരിചയപ്പെട്ടിട്ട് അവരോടും സംസാരിച്ചിട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ ഷോർട്ട് ഫിലിമൊക്കെ എന്തായിന്ന്. അപ്പം അവർ പറയേണ്ട, അച്ചുവേട്ടാ നമ്മളിങ്ങനെ തട്ടിമുട്ടിയൊക്കെ പോകുന്നു, എന്നാൽ എനിക്ക് വേണ്ടി നിങ്ങളൊരു വീഡിയോ എടുത്ത് തരുമോ എന്ന് അവരോട് ചോദിക്കുക. അങ്ങനെ അവരാണ് ഒരു നാടകം കളിക്കുന്നതും ഒരു കാട്ടിനകത്ത് ഒരു ബെഡ് കൊണ്ടിടുകയും അവിടെ വെച്ച് ഈ കാറും ആ കുഞ്ഞിനെ ആക്സിഡൻ്റ് ആക്കുന്ന രീതിയിൽ ഒരു വീഡിയോ ഷൂട്ട് എടുത്ത് ഭവാനിക്ക് അയച്ചു കൊടുക്കുകയാണ്. അങ്ങനെയാണ് ഭവാനി വിശ്വസിക്കുന്നത് ശരിക്കും അഭിരാമിയെ കൊന്നു, കാറിടിപ്പിച്ച് തന്നെയാണ് കൊന്നത്, ഭവാനി അഭിരാമി മരിച്ചു എന്ന് വിശ്വസിപ്പിക്കുന്നത്. അത് അവിടെ ഇരുന്നും കൊണ്ട് നമ്മുടെ അച്യുതനെ ഓർക്കുകയാണ്. ഈ കണക്ഷനാണ് ഭൂമിജയോട് പറയണമെന്ന് പലതവണ അയാൾ വിചാരിക്കുന്നത്. പക്ഷേ അങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് ഭൂമിജയ്ക്ക് സ്വന്തം അച്ഛനും അമ്മയുമല്ല ഇതെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് സ്വന്തം മകളെ നഷ്ടപ്പെടുന്നുള്ള വേദന ഇതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മുടെ അച്യുതൻ ഇതെല്ലാം മറച്ചു പിടിച്ചിരുന്നു കേട്ടോ. ഈ സമയത്ത് കൊല്ലാനായിട്ട് വരികയാണ് നമ്മുടെ ഈ കമൽ കത്തിയും കൊണ്ട്. അപ്പോഴാണ് ഭൂമിജ ഡോക്ടർ റൂമിൽ നിന്ന് പുറത്തിറങ്ങി അച്ഛാന്ന് വിളിക്കുന്നത്. അങ്ങനെ അങ്ങേർക്ക് ദേഷ്യം വന്ന് കയ്യിരുന്ന കത്തി അവിടെ വലിച്ചെറിയാണ് കേട്ടോ. അത് കഴിഞ്ഞ് വീണ്ടും പോയി അത് എടുക്കുന്നുണ്ട്. അപ്പോൾ പറയാം, അച്ഛൻ നമുക്ക് മരുന്നൊക്കെ വാങ്ങിയിട്ട് തിരിച്ച് എടി നമ്മുടെ CCTV വഴിയിൽ കിടക്കുമല്ലേ, അങ്ങനെ ഇട്ടിരുന്നാൽ പറ്റുമോ? അപ്പോൾ തന്നെ ഭൂമിജ പറയാം, അച്ഛൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട,
അതിനെ ഞാൻ വഴിയിലാക്കുമോ? അച്ഛൻ്റെ ജീവനല്ലേ അത് എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കാനല്ലേ അച്ഛൻ ഞാൻ നോക്കുള്ളൂ എന്ന് പറഞ്ഞ് ഒരു വർക്ക്ഷോപ്പിൽ വിളിച്ച് പറയട്ടോ. അവർ പോയ വണ്ടി എടുത്ത് ക്ലിയർ ചെയ്തോളും, നമ്മൾ ഇനി അങ്ങോട്ട് പോകണ്ട അച്ഛാ, നമുക്ക് വീട്ടിലേക്ക് പോകാമെന്നും പറഞ്ഞിട്ട് പുറത്ത് കൊണ്ട് നിർത്താൻ കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ 2 വീലർ പോയി എടുത്തിട്ട് വരാം അച്ഛാ, അച്ഛൻ ഇവിടെ നിന്നോന്ന്. ആ സമയം അയാൾ വീണ്ടും കത്തിയും കൊണ്ട് വരിക കേട്ടോ കുത്താനായിട്ട്. പക്ഷേ അപ്പോഴും ഏകദേശം കുത്താനായിട്ട് അടുത്ത് വരണതും നമ്മുടെ ഭൂമിജ വണ്ടിയായിട്ട് വരും കേട്ടോ. ഇതൊന്നും അച്യുതൻ കാണുന്നില്ല, അച്യുതൻ്റെ പുറകിൽ കൂടെ നടക്കുന്ന സംഭവമാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഭൂമിജ അച്ഛനെയും കൊണ്ട് നേരെ വീട്ടിലേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ അജയനാണെങ്കിൽ എന്തായാലും ഒരു കേസ് തെളിയിച്ചതല്ലേ. അപ്പോൾ ഇത്രയും അതും വർഷങ്ങളായിട്ട് കിടന്നൊരു കേസ് ആദ്യമായിട്ട് ഈ സ്റ്റേഷനിൽ വന്നതിന് ശേഷം തെളിയിച്ചെടുത്തതാണ്. അതിൻ്റെ സന്തോഷത്തിൽ തന്നെ സഹപ്രവർത്തകരെല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു ഹാരവും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വരുമ്പോൾ നല്ലൊരു സ്വീകരണം കൊടുക്കണമെന്നും പറഞ്ഞു. അപ്പോൾ നമ്മുടെ ആൽഫ്രഡും അവിടെ എത്തിയിട്ടുണ്ട്, അജയൻ്റെ ഫ്രണ്ട്. അന്നേരം ഭൂമിജയോട് രാവിലെ തന്നെ പോലീസ് സ്റ്റേഷനിലെ പ്രായമായ ആളുകളുണ്ടല്ലോ, അവരുടെ ഭൂമിജയോട് ഭയങ്കര കമ്പനിയാണ് അവർ. അയാൾ വിളിച്ച് പറയുന്നുണ്ട്, അതെ ഭൂമിജ, ഇന്ന് എക്സ്ട്രാ കുറച്ച് കൂടുതൽ ചായ വേണം, കടിയും എല്ലാം വേണം, വട വേണം എന്നൊക്കെ പറയാം. എന്താ വിശേഷമൊക്കെ ഉണ്ട്, അത് ഞാൻ പിന്നെ പറയാമെന്ന്. കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അജയ് വന്ന് ഇറങ്ങുകയാണ് കേട്ടോ. ഇറങ്ങുമ്പോൾ തന്നെ അകത്തേക്കുന്ന ആൽഫ്രഡ് എല്ലാവരോടുമായിട്ട് ഇതിനൊരു നന്ദി പറയുന്നുണ്ട്. എന്തായാലും നല്ല കാര്യം തന്നെയാണ് ഇപ്പം നടന്നത്. അജയ് സാറ് ഒരു കേസ് തെളിയിച്ചല്ലോ, എനിക്കും സന്തോഷമുണ്ട്. അപ്പോഴാണ് അവിടെ നിന്നൊരു പോലീസുകാരൻ പറയണത്, പക്ഷേ ഇതിനെല്ലാം ക്രെഡിറ്റ് നമ്മുടെ ഭൂമിജയല്ലേ? അത് ശരിയാണ് എന്നിവർ സംസാരിച്ച് നിൽക്കുമ്പോഴാണ് അജയ് വരുന്നത് കേട്ടോ. വന്നിറങ്ങുമ്പോൾ തന്നെ അവിടെ ഒരു കൊട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഭൂമിജ. സാറേ, എന്താ സാറേ വിശേഷം? എന്താടി നിനക്കെന്താണ് വിശേഷം, പറ എന്ന് നോക്കിയോട്ടെ. അപ്പോൾ തന്നെ ഭൂമിജ ചമ്മി പോവാണ്. വിശേഷങ്ങളൊക്കെ ഞങ്ങളിവിടെ അറിയുന്നുണ്ട് സാറിൻ്റെ. അതെ ആണോ? ഇടയ്ക്കിടയ്ക്ക് സാറിന് ചിലത് കിട്ടുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കളിയാക്കുക കേട്ടോ. കാരണം ഈ കേസിൻ്റെ കാര്യം പറഞ്ഞിട്ടാണ് കളിയാക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ എല്ലാവരും ഉണ്ട്. എന്താ വിശേഷിച്ചെന്ന് ബാക്കി എല്ലാവരും പറയുന്നുണ്ട്, സാർ ആദ്യമായിട്ട് ഈ കേസ് തെളിയിച്ചതല്ലേ, അതുകൊണ്ടാണ് ഞങ്ങളൊരു സ്വീകരണം തന്നതാന്ന് പറഞ്ഞ് ഹാരമൊക്കെ ഇടും. അപ്പോൾ അതിൽ നിന്നൊരു പോലീസുകാരൻ പറയാം, നമുക്ക് ഭൂമിജയെ കൂടെ ഈ ഒരു ചടങ്ങിൽ വിളിച്ചാലോ? എന്തിന്? അവളെ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ല, ഭൂമിജയല്ലേ കേസിൻ്റെ തെളിയിക്കാനുള്ള കാരണം സാറിന് ഇട്ടുന്നത്? ഓ അത് ശരി. അപ്പോൾ ഒരു കാര്യം ചെയ്യും, ഒരു ബോർഡ് എടുത്ത് വെച്ച് വയ്ക്കുക, ഈ കേസ് തെളിയിച്ചത് ആ ചായക്കടക്കാരിയാണ് എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് എഴുതി വയ്ക്കുക. അത് കൊള്ളാമല്ലോ. അപ്പോൾ തുടക്കം മുതൽ ഈ കേസ് അന്വേഷിച്ചതും പുറകെ നടന്നതും അവിടെ പോയി ഇൻക്വസ്റ്റ് എടുത്തതും എല്ലാം അവളാണല്ലേ എന്നും പറഞ്ഞ് അയാൾക്കിട്ട് പോയിരിക്കുന്നുണ്ട് കേട്ടോ. അവസാനം ദേഷ്യം പിടിച്ച് എന്നാലും ആരോഗ്യം ഇട്ട് എല്ലാവരും കയ്യടിയൊക്കെ പാസ്സായി അകത്ത് പോയിരിക്കുകയാണ്. ആൽഫ്രഡ് ഉണ്ട് കൂടെ. അപ്പോൾ ആൽഫ്രഡ് പറയാം, നിനക്ക് വല്ലാത്ത കുഴപ്പമാണ്, കുറച്ച് കുശുമ്പ് കൂടുന്നുണ്ടെന്നൊക്കെ പറയാം. എന്തായാലും നിനക്ക് സമ്മതിച്ചു കൊടുക്കാൻ വയ്യല്ലേ? എടാ, അവൾ കേസിൻ്റെ ഒരു തുമ്പിട്ടുന്നതെന്ന് സത്യം തന്നെയാണ്, ക്രെഡിറ്റ് മുഴുവൻ അവൾക്കുള്ളതാണ്, എനിക്കുള്ളതല്ല. പക്ഷെ നിനക്ക് സമ്മതിച്ചു കൊടുക്കാൻ വയ്യല്ലേ? അതൊന്നും എനിക്ക് പറ്റത്തില്ല, നിൻ്റെ ഈഗോ അതിന് സമ്മതിക്കുന്നില്ലല്ലേ എന്നൊക്കെ പറയാണ് നമ്മുടെ ആൽഫ്രഡ്. പെട്ടെന്ന് നമ്മുടെ അജയിന് ആ പഴയ ഓർമ്മ വരും കേട്ടോ. എടാ, ഞാൻ എന്തോ ആ പണ്ടത്തെ ആ ഒരു അജയിൽ നിന്ന് ഒത്തിരി മാറിയതുപോലെ എനിക്ക് തോന്നുന്നു. എന്ന് വെച്ചാലേ എൻ്റെ നയന അവളെ എനിക്ക് മറക്കാനേ കഴിയുന്നില്ല. പണ്ടൊരു പ്രേമം ഉണ്ടായിരുന്നല്ലോ, അതിനെക്കുറിച്ച് വീണ്ടും അവിടെ ഇരുന്ന് സങ്കടപ്പെട്ട് ആൽഫ്രഡിനോട് പറയാണ്. ആ സമയത്ത് ഭൂമിജ എല്ലാവർക്കുള്ള ചായയും കാര്യങ്ങളൊക്കെ പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അവസാനം അകത്തുള്ള സാറിന് ഞാൻ തന്നെ കൊടുത്തോളാം എന്ന് പറയുമ്പോൾ അവിടെ ഉള്ളവർ പറയാം, നല്ല ചൂടായിട്ട് അകത്തേക്ക് പോയിക്കുന്നത്, കുഴപ്പമില്ല ഞാൻ സംസാരിക്കാം, എന്നിട്ടേ കുറച്ച് വെള്ളം കോരി ഒഴിച്ച് നോക്കാം എന്നും പറഞ്ഞ് ഭൂമിജ അകത്തേക്ക് ചെല്ലാട്ടോ. അതിനിടയ്ക്ക് ഈ ചായക്കടക്കാരി എന്നുള്ള പ്രയോഗം നമ്മൾ ആൽഫ്രഡ് പറയാം, നിനക്ക് കുറച്ച് കോംപ്ലക്സ് കൂടുതലാണ്, ജോലിയുടെ റെസിഗ്നേഷനാണ് നിനക്ക് പ്രശ്നമല്ലേടാന്ന് ചോദിക്കുക കേട്ടോ. അങ്ങനെയൊന്നുമല്ല, എനിക്ക് പഴയ കാര്യങ്ങളൊന്നും മറക്കാൻ പറ്റുന്നില്ല മനസ്സിൽ നിന്ന് വീണ്ടും പറയാം കേട്ടോ. ആ സമയത്താണ് ഭൂമിജ അകത്തേക്ക് കയറി വന്നിട്ട്, സാർ ചായ. സൗമ്യമായിട്ട് തന്നെയാണ് സാധാരണ ദേഷ്യപ്പെടുന്ന നമ്മുടെ അജയ് സൗമ്യമായിട്ട് പറയാം, ചായ അവിടെ വച്ചേക്കും എന്ന് പറയാം കേട്ടോ. അപ്പോൾ സാർ കൺഗ്രാജുലേഷനും കാര്യമെല്ലാം പറയാം. അല്ല, കേസ് തെളിയിച്ചതിൻ്റെ ഇതിന് ചെറിയൊരു പങ്ക് നമ്മുടെ ഭൂമിജയ്ക്കും ഉണ്ടല്ലോ. അങ്ങനെ ഭൂമിജ അത് വെച്ച് പറയാം കേട്ടോ. ശരി, പിന്നെ എടോ താനേ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. എന്താണ്? അല്ല, താനും കൂടെ ഇതിൽ ഉൾപ്പെട്ടിട്ടാണ് ഇതിപ്പം നടന്നത് കേട്ടോ. അതിൽ താങ്ക്സ് ഉണ്ടെന്ന് പറയാനുണ്ട് നമ്മൾ അജയ്. തിരിച്ചും പറയുന്നുണ്ട് താങ്ക്സ്. എന്തേ താനെന്താ ഒരു താങ്ക്സ് നിർത്തി കളഞ്ഞോ? അല്ല സാർ, സാധാരണ ഞാൻ സംസാരിക്കാൻ വരുമ്പോഴേ സാറ് പൊട്ടിത്തെറിച്ചുകൊണ്ട് നിൽക്കും. ഇന്ന് സൗമ്യമായിട്ട് പെരുമാറുന്നു. പക്ഷേ സാർ ഇത് കണ്ട് ചേരില്ല കേട്ടോ. എന്തെങ്കിലും പറഞ്ഞാൽ നാളെ തിരിച്ച് പറയണം, എന്നാലേ സാറിന് മുഖത്ത് നല്ലൊരുത്തൊക്കെ വരുള്ളൂ എന്ന് പറയാം. അപ്പോൾ തന്നെ
അജയ് വിചാരിക്കുന്നുണ്ട് അങ്ങനെ വിട്ട് കൊടുത്താൽ പറ്റില്ലല്ലോ, എടുത്തുകൊണ്ട് പോടി നിൻ്റെ ചായ, ഇവിടെ ഒരു സാധനവും വേണ്ടെന്ന് പറഞ്ഞാൽ അങ്ങ് ദേഷ്യപ്പെടുമ്പം പെട്ടെന്ന് പോകും ഞെട്ടി പോകണം കേട്ടോ. ആൽഫ്രഡ് ഇവർ രണ്ടുപേരും മാറി നോക്കണ്ട, രണ്ടുപേർക്ക് നല്ലൊരു കോമ്പിനേഷനുണ്ട്, ഒരു കെമിസ്ട്രി ഉണ്ട് എന്ന് നമ്മുടെ ആൽഫ്രഡ് അവിടെ കണ്ടുപിടിക്കാൻ കേട്ടോ. ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൽ. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്